3 പതിറ്റാണ്ടിലധികം ദർസ് പഠിച്ചൊരു വ്യക്തിയാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടെ നിന്ന് വക്കാന യുഫ്തി അല മദ്ഹബിൽ ഇമാമൈനി ഷാഫിഈ വ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുമ. ഹംബലി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഫത്വ നൽകുന്ന മുഫ്തി കൂടിയായിരുന്നു ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ. ഇറാഖിലെ ഉലമാഉകൾ പണ്ഡിതന്മാർ അവിടുത്തെ സുറഅത്തുൽ ജവാബ് കൊണ്ട് വല്ലാതെ ആശ്ചര്യപ്പെട്ടിരുന്നു എന്ന് കാണാം. അവിടെ നിന്ന് ഏതൊരു ഫത്വയെയും ചോദ്യത്തെയും വായിച്ചതിനു ശേഷം ഉടനെ തന്നെ ബിലാ മുഹ്ല, ഒരു വിധത്തിലുമുള്ള താമസമില്ലാതെ വെയിറ്റിങ്ങുമില്ലാതെ ഉടനെ തന്നെ ഉത്തരത്തെ എഴുതുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്ന പതിവാണ്. ഒരർത്ഥത്തിലും മുതാലയിലേക്കോ അല്ലെങ്കിൽ ചിന്തയിലേക്കോ അവിടുന്ന് കടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഇറാഖിലെ എല്ലാ പണ്ഡിതന്മാരെയും വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നും കൊടുത്ത ഫത്വകളിൽ ഒന്നിൽ പോലും തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നതും നമ്മൾ കൂട്ടി വായിക്കണം. ഇത്രയും വലിയ ഇൽമിന്റെ ഉടമയായിരുന്നു മഹാനാകുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി.